മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. നാൾതോറും ഭാരം ചുമക്കുന്ന നല്ലിടയനാം യേശുവേ, നിന്നിൽ ദീനം തോറും ചാരി മന്നീലൻ നാളുകൾ തീരണം. നിന്നിൽ ദീനം തോറും ചാരി മന്നീലൻ നാളുകൾ തീരണം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. പ്രിയ ശ്രോതാക്കളെ, ദൈവനാമത്തിൽ മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 329 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 42 അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മികനും ജഡികനും തമ്മിലുള്ള വ്യത്യാസങ്ങളും ലക്ഷണങ്ങളും യോസഫിൻ്റെയും സഹോദരന്മാരുടെയും ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അതിന് ആമുഖമായി ഞാൻ ഇങ്ങനെ പറയട്ടെ, ആത്മികന്മാരുമുണ്ട്, ജഡികന്മാരുമുണ്ട്. ഇവർ രണ്ടു കൂട്ടരും രക്ഷിക്കപ്പെട്ടവരാണ്, അർത്ഥാൽ സ്വർഗത്തിലെ അപ്പൻ്റെ മക്കളാണ്. എന്നാൽ വ്യത്യാസമെന്ന് പറയുന്നത് ആത്മീകൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന അനുസരിച്ച് അവൻ ജീവിക്കുന്നു. അതേസമയം ജഡികനെ സംബന്ധിച്ച് അവൻ നടക്കുന്നത് ജഡത്തിൻ്റെ ആലോചന അനുസരിച്ചിട്ടാണ്. ദൈവത്തിൻ്റെ സഭയിൽ ഈ രണ്ടു കൂട്ടരും ഉണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് ആരും ജഡികരാകരുത് എന്നുള്ളതാണ്. എന്നാൽ അനേകർ, ദുഃഖകരമെന്ന് പറയട്ടെ, ജഡത്തിനെ അനുസരിച്ച് ജീവിച്ച് ജഡത്തിൻ്റെ ആലോചന നിവർത്തിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഏറെ ദുഃഖമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ജഡികരെ സംബന്ധിച്ച് അനേക ദോഷവശങ്ങൾ ഉണ്ട്. എന്നാൽ ആത്മീയരെ സംബന്ധിച്ച് അവർക്ക് അനേക ആത്മീയ നന്മകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 42 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് ആത്മീയൻ്റെയും ജഡീകരുടെയും ചില പ്രത്യേകതകൾ ഒന്നോർക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ആത്മീയൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് അവൻ മറ്റുള്ളവരാൽ വിശ്വസിക്കപ്പെടുന്നവനായിത്തീരും. അർത്ഥാൽ മറ്റുള്ളവർ അവനെ വിശ്വസിക്കത്തക്ക ജീവിതമാണ് ഒരു ആത്മീയനുള്ളത്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, യോസഫിനെ സംബന്ധിച്ചിടത്തോളം യോസഫിനെ എത്രയോ ആളുകൾ വിശ്വസിച്ചു. കാരാഗൃഹത്തിലേക്ക് നോക്കുക, അവിടെ അവൻ വിശ്വസിക്കപ്പെടുന്നവനായി തീർന്നു. അടിമയായി പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ എത്തപ്പെട്ടപ്പോൾ അവിടെയും യജമാനനാൽ അവൻ വിശ്വസിക്കപ്പെടുന്നവനായി തീർന്നു. അത് തന്നെയുമല്ല, ഒടുവിൽ രാജസന്നിധിയിൽ നിൽക്കുമ്പോൾ രാജാവിനാൽ വിശ്വസിക്കപ്പെടുന്നവനായി തീർന്നു. തന്നെയുമല്ല, അവിടെ നിന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോൾ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ വിശ്വസിക്കത്തക്ക നിലയിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുള്ള മനുഷ്യനാക്കി അവനെ ദൈവം ഉയർത്തി. കാരണം അവൻ ആത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നവനായിരുന്നു. അങ്ങയെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് നാം ആത്മാവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ ജഡികന്മാരെ ശ്രദ്ധിക്കുക, അവർ മറ്റുള്ളവരാൽ അവിശ്വസിക്കപ്പെടുന്നവരായി തീരും എന്നുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. 42 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ യോസഫിൻ്റെ അനുജനായ ബെന്യാമീന് പക്ഷേ വല്ലതും ഭവിക്കും എന്നു വെച്ച് യാക്കോബ് ബെന്യാമീനെ അവൻ്റെ സഹോദരന്മാരോട് കൂടെ അയച്ചില്ല. നോക്കുക, ഇത് പറയുമ്പോൾ ഒരിക്കൽ തൻ്റെ പ്രിയപുത്രനായ യോസഫിനെ മറ്റു പുത്രന്മാരോടുകൂടെ അയച്ച ദുഃഖസ്മരണകൾ ആ പിതാവിൻ്റെ ഹൃദയത്തിൽ ഘനീഭവിച്ച ആഴത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് 36 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കൾ ഇല്ലാത്തവനാക്കുന്നു.
യോസഫില്ല, ശിമയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. ഞാൻ ഏറെ പറയാതെ ഇങ്ങനെ പറയട്ടെ, ഈ വാക്കുകളിൽ ഒരു പിതാവിന് തൻ്റെ മക്കളോടുള്ള അവിശ്വാസമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. യോസഫ് ഇപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തോട് ആ മക്കൾ കളവ് പറഞ്ഞു. അവനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞ് ആ കീറിയ നിലയങ്കി അപ്പൻ്റെ കൈകളിൽ കൊണ്ടുകൊടുക്കുമ്പോൾ വാവിട്ട് കരയുന്ന അപ്പനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എത്ര കള്ളമാണവർ പറഞ്ഞത്, എത്ര ക്രൂരതയാണവർ പ്രവർത്തിച്ചത്. എന്നാൽ ഈ പറയുന്ന മകനായ യോസഫ് മിസ്രൈമിലുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ ഇതാ ബെന്യാമീനും അവിടെ കൊണ്ടുപോകുവാൻ അവർ ചോദിക്കുകയാണ്. രൂബേൻ മിസ്രൈമിൽ ഒരു ജാമ്യക്കാരനായി നിൽക്കപ്പെടുകയാണ്. ഞാനിങ്ങനെ പറയട്ടെ, ആ അപ്പന് ഒരു തരത്തിലും തൻ്റെ മറ്റു മക്കളെ വിശ്വസിപ്പാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ജഡികന്മാരിൽ വിശ്വാസമില്ല, ലോകത്തിന് ജഡികന്മാരിൽ വിശ്വാസമില്ല, ആത്മീയർക്ക് അത് സാധിക്കുകയില്ല. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ഒരുപക്ഷെ പുറമെയൊന്നും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചാലും ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ, ലോകത്തിൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ച് ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതത്തെ കൊണ്ടുപോയാൽ അവൻ അവിശ്വസിക്കപ്പെടുന്നവനായിത്തീരും. അത്ര ദാരുണമായൊരു സ്ഥിതിയല്ലേ അത്? എന്നാൽ ഒരു ദൈവ പൈതൽ ആത്മീയനായിത്തീരുമ്പോൾ അവൻ വിശ്വസിക്കുവാൻ കൊള്ളാകുന്നവനായിത്തീരുന്നു. കാരണം വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന, നേർനിലത്തിൽ നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് അവൻ നടക്കുന്നു, അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കട്ടെ, അങ്ങയുടെ ജീവിതം ആത്മീയൻ്റെ ജീവിതമാണോ അതോ ജഡീകൻ്റെ ജീവിതമാണോ? ജഡീകൻ്റെ ജീവിതമാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല, അങ്ങേ ആരും വിശ്വസിക്കുകയില്ല. എന്നാൽ ആത്മീയനാണെങ്കിൽ സകലരാലും വിശ്വസിക്കപ്പെടുന്ന, ഒരു പക്ഷേ പരസ്യമായി അങ്ങേ എതിർക്കുന്നവർ പോലും രഹസ്യമായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ അങ്ങേ വിശ്വസിക്കുവാൻ മുഖാന്തരമായി തീരും. അതുകൊണ്ട് ആത്മീയരായി തീരുവാനുള്ള എല്ലാ ആഗ്രഹത്തോടും ദൈവത്തിന് നമുക്ക് വിധേയപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹിതർ മാറിപ്പോകുമ്പോൾ, സോദരർ തള്ളിടുമ്പോഴും, സാദരം നിൻ കൃപകളാൽ സ്വീകരിച്ചാശ്വസിപ്പിക്കും. സാദരം നിൻ കൃപകളാൽ സ്വീകരിച്ചാശ്വസിപ്പിക്കും. സ്നേഹിക്കും ഞാൻ എന്നേശുവേ, സ്നേഹിച്ചു നീ എന്നെ മുന്നിൽ, സേവിക്കും നിന്നെ നാളെന്നും, ഘോഷിക്കും നിൻ കൃപകളെ. സേവിക്കും നിന്നെ നാളെന്നും, ഘോഷിക്കും നിൻ കൃപകളെ.